ആശാസമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും INTUCക്കും ഇടയിൽ ചില ഭിന്നതകൾ നിലനിൽക്കുന്ന സംശയമാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ അടക്കം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം INTUC സംസ്ഥാന പ്രസിഡന്റിനെ അടക്കം KPCC പ്രസിഡന്റ് വിളിച്ച് വരുത്തിയെന്ന ചില വാർത്തകൾ കൂടി പുറത്തു വന്നു. ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്ന INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനാണ്. ഇന്നലെ KPCC പ്രസിഡന്റ് വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്തത്. ഇതൊക്കെ എങ്ങനെ വാർത്ത വരുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇന്നലെ അവിടെ ചെല്ലുമ്പോൾ KPCCയിലെ ഈ KSUവിന്റെ മീറ്റിംഗ്, സേവാദളിന്റെ മീറ്റിംഗ് ഒക്കെ തുടർ മീറ്റിങ്ങുകൾ നടക്കുകയാണ്. AICCയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവർ നെയ്യാർ ഡാമിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് മടങ്ങി വന്നു. ഞങ്ങൾ അല്പസമയം എന്നെ ആരും വിളിച്ചു വരുത്തിയതൊന്നുമല്ല. ഞാൻ പക്ഷേ KPCC ഓഫീസിൽ പോയാൽ അവിടെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിജു ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞതിനകത്ത് അവർ ആശയക്കുഴപ്പമില്ല. ഞാൻ ഒരു തരത്തിലും ആ സമരം തീർക്കാതിരിക്കാനുള്ള നീക്കം നടത്തുന്ന ആളല്ല. അവർക്ക് ഇത് INTUCക്കെതിരെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ അവർ പറഞ്ഞോട്ടെ, എനിക്കതിൽ വിരോധമില്ല. വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ ആ സമരം ചെയ്യുന്ന ആളുകൾ, സമരത്തിന്റെ നേതാവായി അതിന്റെ യൂണിയന്റെ പ്രസിഡന്റായിരിക്കുന്ന VK സദാനന്ദൻ 2.5 മണിക്കൂർ സമയം ഞാനുമായി സംസാരിച്ച്, VJ ജോസഫും ഉണ്ടായിരുന്നു, രഹസ്യ സംഭാഷണമൊന്നുമല്ല, സംസാരിച്ചിട്ട് അവർ കൂടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ സത്യത്തിലൊരു ശക്തമായ നിലപാടായിരുന്നു CITUവും അതുപോലെ തന്നെ ഗവൺമെന്റും ഒക്കെ എടുത്തത്. താങ്കളാണോ ഈ ഒരു കമ്മീഷൻ വേണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്? ആശാവർക്കർമാർ അത്തരമൊരു കാര്യം പറയുന്നുണ്ട്. കാരണം INTUC സംസ്ഥാന പ്രസിഡന്റാണ് ഈ കമ്മീഷൻ എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അത് ആരോഗ്യമന്ത്രി അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തിനാണ് ആ സഹോദരി ഇങ്ങനെ പറയുന്നത് എനിക്കറിഞ്ഞൂടെ. ഞങ്ങളുടെ നിർദ്ദേശം ഞാൻ വെക്കത്തില്ലല്ലോ. സർക്കാരല്ലേ പറയേണ്ടത്. സർക്കാർ പറയേണ്ട നിർദ്ദേശം ഞാനെങ്ങനെ പറയുന്നത്? അവരെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇത് ഇനി നമ്മളെ INTUC ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വല്ല പ്രയോജനം കിട്ടുമോ? കിട്ടുമെങ്കിൽ അവർ നേടിയെടുത്തോട്ടെ, കുഴപ്പമില്ല. അവർക്ക് അവരുടെ ഈ സമരത്തിന്റെ സമീപനം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ഒരു പ്രസിഡന്റ് ആയിരിക്കുന്ന VK സദാനന്ദൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിലിടപെടുന്നത്. ഞാൻ CITU അടക്കമുള്ള സംഘടനകളോട് നമ്മൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ചിരിക്കണം, ബഹുമാനപ്പെട്ട മന്ത്രി ഒരു മീറ്റിംഗ് വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടതാണോ ഞാൻ ചെയ്ത തെറ്റ്? അംഗനവാടി സമരത്തിന് ഞാനാണ് ഇടപെട്ടത്. ഞാനൊരു മീറ്റിംഗ് വിളിക്കും. ഞാൻ പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഇടപെട്ടത് CITUവിന്റെ ഒരു നിലപാടിനെയാണ് ഞാൻ ഒന്ന് സംസാരിച്ചത്. നമ്മുടെ കേന്ദ്ര ട്രേഡ് യൂണിയന്റെ ഭാഗമാണ് ഈ AIUTUC എന്ന് പറഞ്ഞത്. അതെന്ത് തന്നെ ആയാലും ശരി, അതിൽ നമുക്കൊരു ചർച്ച വേണം എന്ന നിലപാടെടുത്ത് CITUവിനെയും AITUCയെയും STUവിനെയും അഡ്വക്കേറ്റ് റഹ്മത്തുള്ളയൊക്കെ അറിയാം. അവരെല്ലാവരും ഈ സെൻട്രൽ ട്രേഡ് യൂണിയൻസ് എന്നുള്ള നിലയിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്താണ് ആ ഒരു ചർച്ച. ആ ചർച്ചയിൽ ഒരു നിർദ്ദേശവും ഞാൻ വെച്ചിട്ടില്ല. ഇത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ദിവസം പുറത്തുവിടും. അപ്പൊ ഈ പത്രങ്ങളെല്ലാം നാണം കെടും. കാരണം അങ്ങനെയല്ലല്ലോ ഇത് പറയേണ്ടത്. മാധ്യമങ്ങൾ പറയുന്നതിനപ്പുറം ഇതിൽ ചർച്ചയിൽ പങ്കെടുത്ത ആശാവർക്കർമാർ തന്നെയാണ് പറയുന്നത് INTUC സംസ്ഥാന പ്രസിഡന്റാണ്. ആശാവർക്കർമാരൊന്നും പറയത്തില്ല. ആ മിനി എന്ന് പറഞ്ഞ സഹോദരിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ലക്ഷ്യം കാണും. അവർ INTUC ടാർഗറ്റ് ചെയ്ത് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമില്ല. രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുന്നതാണ്. കേരളത്തിലും അതേ നിലപാടെടുക്കുന്ന ഒരാളാണ്. കൈക്കൊണ്ട നിലപാട് അത് നിലവിൽ KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടോ? എന്താണ് ആ ചർച്ചയിൽ നടന്നതെന്ന കാര്യങ്ങളടക്കം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളും ആ KPCC ആയിട്ട് ഒരു ചർച്ച പോലും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. അല്ല, ഇന്നലെ ഒന്നും ചോദിച്ചില്ല, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ തമ്മിൽ വളരെ സന്തോഷമായിട്ട് സംസാരിച്ചു. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഒരു പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ K സുധാകരനായാലും R ചന്ദ്രശേഖരനായാലും നടപടിയെടുക്കേണ്ടി വരും. അത്രയല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അത് എന്നോടും INTUC താലോലിക്കാൻ പറ്റില്ല, പാർട്ടിക്ക് വിരുദ്ധമായി പോയാൽ അങ്ങനൊന്നും പറഞ്ഞാട്ട് എന്നോട് പറഞ്ഞില്ല. നിങ്ങളോട് വല്ലതും പറഞ്ഞെന്ന് എനിക്കറിഞ്ഞൂട. അദ്ദേഹം വളരെ കോർഡിയലായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് അഹമ്മദാബാദിൽ പോകുന്നുണ്ട്. നാളെ AICC മീറ്റിംഗിന് പോകുന്നുണ്ട്. AICC മീറ്റിംഗിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് പാർട്ടിയുമായി നമ്മൾ ആവശ്യമുണ്ട് നിലപാട് അദ്ദേഹത്തെ വിശദീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും. അല്ലേ, അവർക്കെല്ലാം അറിയാം INTUCയുടെ നിലപാട്. INTUC എന്ത് ചെറിയ സംഘടന വല്ലതുമാണോ? ഇതുപോലെ ഒരു എവിടെങ്കിലും പൊട്ടിമുളച്ചു വരുന്ന ഒരു സംഘടന വല്ലതുമാണോ? എത്രയോ സമരങ്ങൾ ഇതുപോലെ നമ്മൾ കണ്ടു. സിംഗൂർ കണ്ടു, പെമ്പിളി ഒരുമ സമരം കണ്ടു. എത്രയോ സമരങ്ങൾ. ഈ മാധ്യമങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടവരല്ലേ? സർക്കാരിനൊപ്പം തന്നെ പ്രതിസ്ഥാനത്തേക്ക് INTUC കൂടെ നിർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. 10-13 വർഷമായിട്ട് ശ്രമിക്കുന്നതല്ലേ? ആണോ ഇല്ലയോ? 10-13 വർഷം കൊണ്ട് കൊല്ലത്ത് കശുവണ്ടി കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് എന്നെ പാർട്ടി നിയോഗിച്ചു വന്നതാണ്. ആ പാർട്ടി തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. എനിക്ക് KPCC പ്രസിഡന്റ് തന്നെ കത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഞാനിത് പത്രക്കാരോടൊന്നും ഇതൊന്നും വിളിച്ചു പറയേണ്ട കാര്യം. ആശാവർക്കർമാർ കൂടി ഇക്കാര്യത്തിൽ സർക്കാരിനൊപ്പമാണ് INTUC എന്ന തോന്നലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നിലവിൽ ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെന്ന് അവരെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ സർക്കാരിനൊപ്പം അല്ലല്ലോ, ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ INTUC പ്രസിഡന്റായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇത് അപ്പഴേ കളഞ്ഞേച്ച് വേണം ഇപ്പൊ കൂടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ. അതല്ല, ഞാൻ ഈ രംഗത്ത് നിൽക്കുന്നതാണ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ അതൊക്കെ അവർ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അങ്ങനൊന്നും കോൺഗ്രസ് അല്ലാത്തൊരു പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതറിയാത്തതുകൊണ്ട്, എന്നെ നല്ലപോലെ അറിയാത്തതുകൊണ്ട്. ഇനി അവരുടെ സർട്ടിഫിക്കറ്റ് വേണം എനിക്ക് കോൺഗ്രസ് പാർട്ടി ആവണമെന്ന് പറയാൻ.
INTC ആവണമെന്ന് പറയാൻ മിനിയുടെ സർട്ടിഫിക്കറ്റ് വേണോ? എന്തൊരു മര്യാദയോടെ എഴുതി വിടുന്നത്. ഇന്ന് മാതൃഭൂമി പത്രം എഴുതിയേക്കുന്നു INTC വിഷമവൃത്തത്തിൽ. എന്ത് വിഷമവൃത്ത? ഞങ്ങളുടെ സംഘടനയിൽ ഒരു പ്രശ്നവും ഇല്ല. അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നതാണ്. അത് വരുത്താൻ ശ്രമിക്കുക. INTC പോലുള്ള സംഘടന തകർത്തിട്ട് എവർക്കാർക്കെങ്കിലും കയറി വരാൻ പറ്റുമോ? ഞങ്ങളുടെ കേഡർ, INTCയുടെ കേഡർ കേരളത്തിൽ 20 ലക്ഷം തൊഴിലാളികളുള്ള 437 യൂണിയനുള്ള സംഘടനയാണ്. അതൊരു മിനി വിചാരിച്ച് തകർക്കാൻ പറ്റുന്നതാണോ? അവർ വെറുതെ കള്ളം പറയരുത്. നമ്മുടെ കയ്യിൽ റെക്കോർഡ് മുഴുവനുണ്ട്. അന്നത്തെ മീറ്റിംഗ് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ കറക്റ്റ് ടൈമിന് നമ്മൾ പുറത്തുവിടും. പുറത്തുവിടുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും. നാണം കെട്ട് പോകേണ്ടി വരും. എന്തിനാ ഇങ്ങനെ ചെയ്യും? ഞാനതിലേക്ക് അംഗനവാടിയുടെ ആ സമരം INTC യൂണിയൻ ആയതുകൊണ്ട് നമ്മളത് സമരം കൃത്യമായിട്ട് ഇടപെട്ട ആളാണ്. അത് പിന്നെ INTC കൂടി ഈ സമരത്തിന്റെ ഭാഗമായതോടെയാണ് സർക്കാർ ഈ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നത്. സ്വാഭാവികമായും ആ ചർച്ചയുടെ ഘട്ടത്തിൽ ഇത് തീർക്കാനുള്ള നിർദ്ദേശങ്ങളടക്കം സ്വാഭാവികമായും തൊഴിലാളി സംഘടന നിലയിൽ നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും. എനിക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. സമരം ചെയ്യുന്ന സംഘടന 50 ദിവസമായി പാവങ്ങളാണ് അതിനോടൊപ്പം നിൽക്കുന്നതെന്ന് നല്ല ബോധ്യമുള്ള ഒരാളാണ്. അവർക്ക് എന്തെങ്കിലും കിട്ടണം. അവരുടെ ശാശ്വതമായ ഒരു ജീവിത സൗകര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്തൊന്നും രാഷ്ട്രീയം എനിക്കില്ല. അവർക്ക് എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി ഒരു സമരം നടക്കുന്നു. മുദ്രാവാക്യം എന്തോ ആകട്ടെ, അത് ഇടപെട്ടൊന്ന് സഹായിക്കണമെന്ന് സദാനന്ദനെ പോലൊരാൾ ഞങ്ങളുടെ കൂടെ കേന്ദ്ര ട്രേഡ് യൂണിയന്റെ സഖ്യ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള ഒരാൾ, എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാൾ, അയാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടാവണം, ഒരു മീറ്റിംഗ് വിളിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ മീറ്റിംഗ് വിളിക്കുന്നതിന് ഒരു ശ്രമം നടത്തണോ വേണ്ടയോ? അങ്ങനെ നടത്തിയപ്പോൾ CITU ജനറൽ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിലൊരു സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യണം എന്ന ഒരു നിലപാട് ഞാൻ പറയുമ്പോൾ അവരൊക്കെ കേൾക്കുമല്ലോ, കേട്ടല്ലേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇതിന് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്. സദാനന്ദനും ഇളമരം കരീമും KP രാജേന്ദ്രനും റഹ്മത്തുള്ളയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വൻ സംവിധാനത്തിന്റെ ചെയർമാൻ ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുമായിട്ട് ഒരു നല്ല ബന്ധത്തിലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ മന്ത്രിയോട് പറയുകയും അന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഒരു മീറ്റിംഗ് വിളിക്കണം. അപ്പം മന്ത്രി പറഞ്ഞ് 2 പ്രാവശ്യം വിളിച്ചു. അവരെ മാത്രം വിളിച്ചു. അവർക്ക് ഇത് തീർക്കാനുള്ള യാതൊരു ഫോർമുലയും ഇല്ല. അതുകൊണ്ട് ഇനി വിളിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അപ്പം അങ്ങനല്ല, വിളിക്കണം. വിളിച്ചത് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. 3 മണിക്കൂർ 5 മിനിറ്റാണ് ചർച്ച. അത് വെറുതെ കുത്തിയിരുന്നതാ? ഇനി എന്താണ് INTC ഇക്കാര്യത്തിലൊരു മാധ്യമത്തിനോട് ചോദിക്കുക. 3 മണിക്കൂർ 5 മിനിറ്റ് വെറുതെ ഞങ്ങൾ കുത്തിയിരുന്നാണോ? അങ്ങനെയാണോ കരുതുന്നത് മാധ്യമങ്ങൾ? അവിടെ ഫലപ്രദമായ ചർച്ചകൾ നടന്നു. ദേശീയ അടിസ്ഥാനത്തിൽ AIUTUC അടക്കം ഞങ്ങൾ ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. മെയ് 20 അടുത്ത പണിമുടക്ക് വരുന്നു. അതിലെല്ലാം ഒരേ ഡിമാൻഡാണ്. ഈ പദ്ധതി തൊഴിലാളികളെ ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ തൊഴിലാളികളായി അംഗീകരിക്കണം. ഇതിലും എനിക്ക് മാറ്റം വന്നാൽ എനിക്ക് മാറാൻ പറ്റുമോ? അപ്പോൾ ഓണറേറിയം എന്നുള്ളത് ഒരു അവസാനം ഓണറേറിയം എന്നുള്ളൊരു അഭിപ്രായം വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഗവൺമെന്റ് പറയുന്നത് എന്താ? ഓണറേറിയം കൂട്ടുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യും. പക്ഷേ ഇതൊരു സാമ്പത്തിക ബാധ്യതയുള്ള പ്രശ്നങ്ങളാണ്, കേന്ദ്ര ഗവൺമെന്റ് നടത്തേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താ? എന്റെ അഭിപ്രായം എന്താ? രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ. എന്റെ അഭിപ്രായം ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്. ആ പദ്ധതിക്ക് അടുത്ത വർഷത്തെ പദ്ധതി മുതലെങ്കിൽ ഈ 9 വർഷം ചെയ്തില്ല. അടുത്ത വർഷത്തെ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ മനസ്സിലാവുമോ? നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ ഈ തൊഴിലാളികളുടെ സേവനം കേരളത്തിലായതുകൊണ്ട് 26,100 ആശാ പ്രവർത്തകർക്ക്, അതുപോലുള്ള അംഗനവാടി വർക്കർമാർക്ക്, അതുപോലെ ഈ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് അവർക്കൊരു സ്ഥിരപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി ഡിസ്കഷനിലേക്ക് ഗവൺമെന്റ് പോകണം. ഇതാണോ വേ ഔട്ട്? ആണോ അല്ലയോ? അതോ ഇവർക്കെല്ലാം അപ്പോയിന്റ്മെന്റ് ഓർഡർ നാളെ കൊടുക്കുമെന്ന് ആരെങ്കിലും പറയാൻ ഒക്കുമോ? ഒക്കത്തില്ല. അപ്പോൾ ആ ഒരു പദ്ധതി ഡിസ്കഷൻ അടുത്ത വർഷത്തെ പദ്ധതി ഡിസ്കഷനിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ഇത് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുക്കണം. മുൻകൈ എടുത്തുകൊണ്ട് കേന്ദ്രം കൊടുക്കുന്നില്ലെങ്കിൽ അന്നേരം നമുക്ക് പറയാമല്ലോ ഇതാരാണ് കൊടുക്കാത്തതെന്ന് നമുക്ക് വ്യക്തമാവും. നമ്മളെന്താ പറയുന്നത്? ഇതൊരു ഫലപ്രദമായ പരിഹാരമാണ് R ചന്ദ്രശേഖരന്റെ മനസ്സിലുള്ളത്. അതിനുള്ള പദ്ധതികൾ ഞാൻ അത്ര ചെറിയ ആളൊന്നും അല്ലല്ലോ. സമരം തീർക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാനിതെല്ലാം പഠിച്ച ഒരാളാണ്. ഞാനല്ലാതെ ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത മുദ്രാവാക്യം ഉയർത്തി വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുന്ന ആളല്ല. എനിക്കതിനോട് യോജിപ്പേ ഇല്ല. പക്ഷേ ആ പാവങ്ങളുടെ സമരമായതുകൊണ്ട് ആശാവർക്കർമാരുടെ കേരളീയ സമൂഹത്തിനും ഇന്ത്യയിലും അവരുടെ വലിയ സഹാനുഭൂതിയും സിമ്പതിയും ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ തീർക്കാനുള്ളൊരു മെത്തേഡ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഈ സമിതി പറയുന്നത് ഗവൺമെന്റാണ്, മന്ത്രിയാണ് പറയുന്നത്, റെക്കോർഡുണ്ട്. അത് സമ്മതിക്കുന്നുണ്ട്. ഞാനാ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് വല്ല പ്രയോജനം കിട്ടുന്ന, അവർക്ക് വല്ല പൈസയുടെ സാമ്പത്തിക സഹായം കിട്ടി. അവരിങ്ങനെ തീർക്കാതിരിക്കാൻ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? അവർ തീർക്കാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ അവരുടെ ലൈഫ്. നടക്കട്ടെ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ സമരത്തിന് പിന്തുണ കൊടുത്തു. ആ സമര ഷെഡിൽ ഞാൻ പോകാനായിട്ട് അവർക്ക് അനുകൂലമായിട്ട് ഞാൻ നിൽക്കത്തുള്ളൂ. ഈ ആശാ വർക്കർക്ക് അനുകൂലമായിട്ട് നിൽക്കുള്ളൂ. എനിക്കതിനകത്ത് വേറെ രാഷ്ട്രീയമൊന്നുമില്ല. അത് നമ്മുടെ പാർട്ടിക്കകത്തിട്ട് കുഴച്ച് നശിപ്പിച്ച് അങ്ങനെ ഒരു ആളിനെ ടാർഗറ്റ് ചെയ്ത്, ഒരു സംഘടനയെ ടാർഗറ്റ് ചെയ്ത് അതിനൊന്നും കീഴ്പ്പെടുന്ന ആളുകളെ അല്ല INTC.
INDC അങ്ങനെ നിൽക്കുന്ന സംഘടന INDCയും കോൺഗ്രസും തമ്മിൽ ഒരു ഭിന്നാഭിപ്രായമില്ല. ഒരിക്കലും ഉണ്ടാവില്ല. ഈ വിഷയത്തിൽ രണ്ടുപേർക്കും ഒരേ നിലപാട്. INDC രൂപീകരിച്ചത് കോൺഗ്രസാണ്. കോൺഗ്രസിന്റെ കൾച്ചറാണ് INDCക്കുള്ളത്. അവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് INDCയും കോൺഗ്രസോട് സംസാരിക്കുമ്പോൾ അപ്പോൾ തീരും. നിലവിലതുണ്ടോ? സംസാരിക്കണം. നിലവിൽ അത്തരമൊരു തർക്കമില്ല. ഇന്നലെ ഞാൻ KPC ഓഫീസിൽ പോയത് എന്നോട് ആരും വിശദീകരണം ചോദിച്ചിട്ടില്ല. ഞാൻ ആർക്കും വിശദീകരണം കൊടുത്തിട്ടില്ല. നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന കഥകളല്ലേ, അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് മാതൃഭൂമി പത്രം തന്നെ INDC വിഷമവൃത്തത്തിൽ. എന്ത് വിഷമമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ ജില്ലാ പ്രസിഡന്റുമാർ, എന്റെ സംസ്ഥാന കമ്മിറ്റി, ഞങ്ങൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ചർച്ച ചെയ്തിട്ട് ഞങ്ങളൊരു നിലപാടെടുക്കുള്ളൂ. അതിലൊന്നും വരാൻ കഴിയാത്ത കുറെ ആളുകൾ തിരുവനന്തപുരത്ത് INDC ആണെന്ന് പറഞ്ഞാൽ അതിലൊന്നും നമ്മളെ ബാധിക്കാനേ പോകുന്നില്ല. ദിസ് ഈസ് എ വെരി ബിഗ് ഓർഗനൈസേഷൻ. ഇത് INDC ഇന്ത്യയിൽ INDC എന്താ ചെയ്യുന്നത് കോൺഗ്രസ് സംവിധാനത്തിന് അറിയാം, കൃത്യമായിട്ട് കോൺഗ്രസിന് അറിയാം. കോൺഗ്രസ് അറിയണം. കോൺഗ്രസിന് വേണ്ടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിനൊരു INDC ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, KSC ഉണ്ട്, മഹിളാ കോൺഗ്രസ് ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ റോളാണ് ഉള്ളത്. അതിന്റെ റോള് തൊഴിലാളി മേഖലയിൽ എടുക്കുന്ന സംഘടനയുടെ പേര് INDC എന്നാണ്. INDCയും കോൺഗ്രസും തമ്മിൽ ഭിന്നാഭിപ്രായമില്ല. കമ്മീഷൻ ഈ ആശാവർക്കർമാരുടെ പ്രശ്നം പഠിക്കാൻ കമ്മീഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചതുപോലും താനല്ല. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകളടക്കം തന്റെ പക്കലുണ്ട് എന്നുള്ളതാണ് INDC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.